വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നത് സമരസമിതി നേതാക്കൾ മാത്രമാണ്. സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം നാട്ടുകാർ ഇപ്പോഴും തുടരുന്നു. സമരസമിതിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ചിലരുടെ താൽപര്യമാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് ആരോപണം. സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾക്കായാണ് 2024 സെപ്റ്റംബർ 27-ന് മുനമ്പത്തെ ജനങ്ങൾ സമരം ആരംഭിച്ചത്. ഭൂമിയുടെ റവന്യൂ അധികാരങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് 610 കുടുംബങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ നിന്ന് സമരസമിതി നേതാക്കൾ പിന്മാറുമ്പോഴും നാട്ടുകാരുടെ സമരവീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. നേതാക്കൾ സമരം പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം സമരവേദി വിട്ടിറങ്ങി തൊട്ടടുത്ത പന്തലിൽ രണ്ടാംഘട്ട സമരം ആരംഭിച്ചു. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ചിലരുടെ മാത്രം അജണ്ടയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തിന് സമരസമിതിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. സമരസമിതിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ചിലരുടെ താൽപര്യം മാത്രമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിമർശനം. വഖഫ് രജിസ്റ്ററിൽ നിന്ന് തങ്ങളുടെ ഭൂമി നീക്കം ചെയ്യുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും കൊണ്ട് ഞങ്ങളെ കബളിപ്പിച്ചും കൊണ്ട് കരമടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കണം, ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തലമുറകളായിട്ട് ഞങ്ങളുടെ മക്കളായിട്ടും ഇനി വഖഫ് രജിസ്റ്ററിൽ നിന്ന് പേര് നീക്കം ചെയ്തതിൽ അവരും അനുഭവിക്കേണ്ട ഈ ദുഃഖ ദുരിതങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദന ഇനി ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളുടെ കാരണവന്മാർക്ക് എന്തോ അന്നൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഇനിയുള്ള തലമുറയ്ക്ക് അത് പറ്റരുത്. ഞങ്ങളുടെ മക്കൾ ഇനി വേദനിക്കാനായിട്ട് സ്വന്തം മണ്ണ് വഖഫിൻ്റെതാണെന്ന് പറയിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇടവരുത്തൂല. മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ ഈ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള മുനമ്പം ജനതയുടെ സമരം 415-ാം ദിവസവും തുടരുകയാണ്. ജനം, കൊച്ചി.